കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of our God be glorified. നമ്മുടെ മീറ്റിങ്ങിൻ്റെ രണ്ടാം ദിവസമായ ഇന്നലെ നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായുള്ള ഭാഗം ചിന്തിക്കാമെന്ന് വിചാരിക്കണം. We would like to continue on the same subject that we were considering yesterday. ദൈവം നൽകിയ വെളിപ്പാടുകളാണ് ഇന്നലെ നാം ചിന്തിച്ചത്. Yesterday our subject was the revelations that God has given to us. ഇന്ന് തന്നെത്താൻ വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. And today we are going to consider about the God who revealed himself unto the mankind. നമ്മുടെ ദൈവം മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. Our God doesn't like to hide himself. എല്ലാവർക്കും തന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. And he desires to reveal himself to every human being on this earth. ആ വെളിപ്പാടുകളുടെ ആദ്യ ഭാഗം ഈ പ്രകൃതിയിലൂടെ നമുക്ക് നൽകി. And the first part of the revelation was given unto us through this nature. അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വെളിപ്പാടായിരുന്നില്ല. That revelation was not meant for the salvation. മറിച്ച് ദൈവത്തിന്റെ ആസ്തിക്യം ദൈവം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. On the contrary, the purpose of it was to prove that there is a God that exists. എന്നാൽ ആ വെളിപ്പാടിനേക്കാൾ കുറെ കൂടെ മെച്ചമായിട്ട് ദൈവം നമുക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി. But God has revealed himself in a better way in course of time. അത് ദൈവവചനത്തിലൂടെയും രണ്ട് ആളത്വം ധരിച്ച വചനത്തിലൂടെയുമാണ്. And he revealed himself to us first through his precious word and secondly the incarnate word of God. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതെല്ലാം ദൈവം വെളിപ്പെടുത്തി. God has revealed everything that we ought to know about him. ആ വെളിപ്പാടുകളെല്ലാം നമുക്ക് മനസ്സിലാകുന്നതല്ല. Though all those revelations may not be clearly understood by us, ദൈവത്തിന്റെ അഗാധത്വം നമുക്ക് ഗ്രഹിക്കാൻ കഴിയയില്ല എന്ന് ഇന്നലെ ഇയ്യോബ് 11-ാം അധ്യായത്തിൽ നിന്ന് നാം വായിക്കുകയുണ്ടായി. Yesterday we read from the book of Job chapter 11 that we are unable to comprehend the awesomeness, the depth of the Godhead. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ബോധ്യവും ദിനേന നൽകിക്കൊണ്ടിരിക്കുന്നു. But the Spirit of God is giving us revelation concerning God through the precious word. അതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് സ്വയമായി വെളിപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. So today we are going to consider about God who revealed himself to us through his word. ഞാനൊരു 10-11 കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുകയാണ്. I have about 11 points before me to discuss. അങ്ങനെയെങ്കിൽ അത് ക്രമീകൃതമായി പറഞ്ഞു വന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പോലും അത് മനസ്സിലാകുകയുള്ളൂ. If we consider it step by step, then only we'll be able to understand it. അതിൽ ഒന്നാമത്തേത് ദൈവം ആത്മാവാകുന്നു. First point, God is spirit. യോഹന്നാൻ 4:24. John 4 and verse 24. ദൈവം ആത്മാവാകുന്നു. സത്യനമസ്കാരികൾ ദൈവത്തെ അല്ലെങ്കിൽ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. Lord Jesus said, God is spirit, and the true worshippers who worship him in spirit and truth, that hour has come. എന്താ ആത്മാവാകുന്നു പറഞ്ഞാൽ? What is the meaning of saying that God is spirit? ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ശരീരമില്ലെന്നല്ല അർത്ഥം. That doesn't mean that he doesn't have a physical body. He doesn't have a body. He doesn't have a body. നമുക്കുള്ളതുപോലെയുള്ള ഒരു ഭൗതിക ശരീരമില്ലെന്നേ അർത്ഥമുള്ളൂ. That means that God doesn't have a physical body as we do have. എന്നാൽ ആത്മരൂപത്തിന് ആത്മശരീരമുണ്ട്. But the spirit has a spiritual body. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഇവിടുന്ന് അങ്ങ് പോകും. Let me explain it this way. When we die, our spirit leaves our body. നമ്മുടെ വ്യക്തിത്വം ഇവിടെ നിന്ന് മാറുകയാണ്. That means our personality is taken away from this earth. അങ്ങനെയുള്ള ഈ വേർപിരിയുന്ന ആത്മാവിന് ഭൗതിക ശരീരം കൂടാതെ നിലനിൽക്കാൻ കഴിയും. That spirit that is separated from our physical body, that spiritual body can exist without a physical body. ആ ആത്മരൂപത്തിന് കാണാനും കേൾക്കാനും അറിയാനും കഴിയും. That spiritual body can see and hear. അത് ശരിയാണെങ്കിൽ, if that be true, ദൈവം ആത്മാവാകുന്നുണ്ടെന്നാ കുഴപ്പം? What is the problem to say that God is spirit? നമുക്കുള്ളതുപോലെയുള്ള കണ്ണും കൈയും കാലും മൂക്കും ഇല്ലെന്നേ ഉള്ളൂ.
He may not have a physical eyes and ears and nose. എങ്കിലും ദൈവം ആത്മാവാകുമ്പോൾ ആത്മരൂപത്തിന് ഇതെല്ലാം ഉണ്ട്. But because God is spirit, that spirit can hear, see and know things. അപ്പൊ നമുക്കിവിടെ ഉണ്ടാകുന്ന സാധാരണയായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ദൈവം വെളിപ്പെട്ടപ്പോഴെല്ലാം ഒരു മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. We will be confused when we read that in the Old Testament times, whenever God appeared to somebody, he appeared in the form of a man. ആദമിന്റെ അടുക്കൽ ദൈവം ചെന്നു. God went to Adam. അബ്രഹാമിന്റെ അടുക്കൽ ചെന്നു. And also to Abraham. അപ്പൊ നമുക്കുള്ളതുപോലെ കയ്യും കാലും മൂക്കും വായും നാക്കും ഇല്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാകാം. So we may be thinking that God doesn't have hands and eyes and nose like we do have. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ശരിയാണ്. That is true in the case of Lord Jesus Christ. അപ്പൊ കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നൊരു ശരീരം സ്വീകരിക്കുന്നതിന് മുമ്പ് പഴയ നിയമകാലത്ത് വെളിപ്പെട്ടപ്പോൾ മനുഷ്യ ശരീരത്തിലും ദൂതൻ രൂപത്തിലും പല നിലകളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. So before God incarnated upon this earth, and in the Old Testament times, when God appeared to man, he appeared in the form of angels and also in the form of man. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമകാലത്തെ ദൈവത്തിന്റെ വെളിപ്പാടെല്ലാം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടായിരുന്നു. In other words, all the revelations of God in the Old Testament time was in fact the revelation of Lord Jesus Christ himself. പിതാവായ ദൈവമോ പരിശുദ്ധാത്മാവായ ദൈവമോ പഴയ നിയമത്തിൽ ശരീരം ധരിച്ച് വെളിപ്പെട്ടിട്ടില്ല. We don't see that either the God the Father or God the Holy Spirit did not put a physical body in the Old Testament. വെളിപ്പെട്ടതെല്ലാം ക്രിസ്തുവാണ്. All those revelations were Lord Jesus Christ himself. പൊതുവേ പറഞ്ഞാൽ ദൈവം ആത്മാവാണ്, നമുക്കുള്ളതുപോലെ ഒരു ശരീരം ദൈവത്തിനില്ല. In other words, God is spirit and doesn't possess a physical body like we do have. അങ്ങനെ ദൈവം ആത്മാവായതുകൊണ്ട് ആ ദൈവത്തെ മനസ്സിലാക്കാൻ നമ്മൾ ഏതെല്ലാം അറിവിന്റെ മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങൾക്കെല്ലാം അതീതനാണ് ദൈവം. So because God is spirit, he is beyond our comprehension and beyond our human understanding. നമ്മൾ സാധാരണ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? How do we know things and discern things? അറിവിന്റെ 3 മേഖലകളുണ്ട്. There are 3 phases for our knowledge. ഒന്ന് നമ്മുടെ എംപിരിക്കൽ നോളജ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ളതായ അറിവ്. One is our empirical knowledge. That means we know things with our senses. എന്നാൽ അതുകൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല. But with our senses we cannot come to know about God. എന്തുകൊണ്ട്? Why? നമ്മുടെ എംപിരിസിസം ബന്ധപ്പെട്ടിരിക്കുന്നില്ല നമ്മുടെ ശരീരവുമായിട്ടാണ്. Our senses are related to our physical body. ദൈവത്തിന് അങ്ങനെ ഒരു വസ്തുമയമായ ശരീരം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. So because God doesn't have a physical body like us, we cannot understand God or know more about God with our senses. രണ്ടാമത് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആബ്സല്യൂട്ട് നോളജ് ഉണ്ടായിരിക്കണം, അതായത് അഭൗതികമായ അറിവുണ്ടായിരിക്കണം. Secondly, to know things about God, we need to have a supernatural knowledge. അത് നമുക്കുണ്ടോ? Do we have that? അത് നമുക്കില്ല. We don't have that. എന്തുകൊണ്ടില്ല? Why not? നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. Because we are human beings. അപ്പൊ ദൈവത്തെ അറിയുവാൻ നമ്മുടെ വസ്തുമയമായ ശരീരം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് കഴിയില്ലെന്ന് മാത്രമല്ല, അഭൗതികമായ അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല. So not only that, we cannot know God with our physical senses. Because we are human beings, we cannot know him with our limited knowledge. നമ്മൾ ഇന്ന് കാര്യങ്ങൾ അറിയുന്നതെല്ലാം ബന്ധപ്പെടുത്തിയാണ്, റിലേറ്റീവ് നോളജാണ്. We do possess only relative knowledge today. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What does it mean? നമ്മൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുള്ളൂ. We connect and link things together, and that is how we comprehend things. Jeremy, come here. Yeah, Jeremiah, please come over. ഒരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാൻ വേണ്ടി അപ്പൊ ഓർമ്മ നിൽക്കും, അതുകൊണ്ടാണ്. We are going to illustrate this idea this way. ഞാനാണ് ജെറമിയാണ് വലുത്. Who is taller? Is it Jeremy or Brother Varghese Kurian? It is our brother. എന്തുകൊണ്ടാണ് ഞാൻ വലുതായത്? Why he is taller than Jeremy? ജെറമി എന്നേക്കാൾ ചെറുതായതുകൊണ്ടാണ്. Because Jeremy is smaller than Varghese Kurian. അപ്പൊ എന്റെ knowledge, my knowledge is relative. I relate myself to the other person and finally I say that I'm taller. That means our knowledge is limited and relative. ജെറമി ചെറുതാണെന്ന് പറഞ്ഞതിന്റെ കാരണം ജെറമിയേക്കാൾ ഞാൻ വലുതായതുകൊണ്ടാണ്. I said Jeremy is small because I am taller than him. എന്നേക്കാൾ വലിയ ഒരാൾ എന്റെ അടുത്ത് നിൽക്കുമ്പോഴോ
But if another taller person come and stand with Brother Varghese Kurian, ഞാൻ ചെറുതാണ്. then brother will be smaller than that person. അപ്പൊ ഞാൻ വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുന്നത് എന്റെ അടുത്തുള്ള ആളുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. So we figured out who is taller or shorter based on near whom we stand. അങ്ങനെ നമുക്ക് അറിയാനുള്ള കഴിവുള്ളൂ. We have only limited knowledge to link this way and understand things. ഇപ്പോൾ രാത്രിയാ. Now it is night time. ഇതെന്തുകൊണ്ടാണ് രാത്രിയായത്? Why it is night time for us? പകലില്ലാത്തതുകൊണ്ടാ, വെളിച്ചമില്ലാത്തതുകൊണ്ടാ. Because there is no light now. അപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ നൈറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. So night means absence of daylight. പകലെന്ന് പറഞ്ഞാൽ രാത്രി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മുടെ അറിവ്, നമ്മൾ ഇതൊരു തത്വചിന്തയാണെന്ന് എനിക്കറിയാം, താത്വികമാണെന്ന് അറിയാം. പക്ഷെ നമ്മുടെ അറിവിൽ നമ്മൾ ഇങ്ങനെ ഫിലോസഫി പഠിക്കുന്നില്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെല്ലാം ഇങ്ങനെ റിലേറ്റീവ് ആയിട്ടാണ്. So this is kind of a philosophical thinking. We learn things by linking and connecting things each other. എന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഈ റിലേറ്റീവ് നോളജ് മതിയാകുന്നതല്ല. But to know more about God, our relative knowledge is not sufficient. എന്തുകൊണ്ട്? Why not? ദൈവം സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണ്. ടൈം ആൻഡ് സ്പേസിന് അതീതനാണ്. Because God is beyond time and space. അങ്ങനെ സ്ഥലകാല പരിമിതികൾക്കും വസ്തുമയമായതിനെല്ലാം ദൈവം അതീതനായതുകൊണ്ട് നമുക്ക് ദൈവത്തെ താരതമ്യപ്പെടുത്തി ചിന്തിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. So we are unable to compare God with another person because God is beyond time and limit and without a physical body. ഞാൻ പറഞ്ഞ് തെളിയിച്ചു നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയല്ല. മനുഷ്യൻ അറിയാൻ ഉപയോഗിക്കുന്ന സകല മാർഗങ്ങളും കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയല്ല. Whatever method that we use to know things, with those methods we cannot know about God. അങ്ങനെ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ നാലാമതൊരു മാർഗമേ ഉള്ളൂ. If that be the case, there is only one choice left with us. എന്താണ് നാലാമത്തെ മാർഗം? And what is that choice? വിശ്വാസത്താൽ അറിയാന്നുള്ളതേ ഉള്ളൂ. To know God by faith. ചൊവ്വ എന്നൊരു ഗ്രഹമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ ഇല്ലെന്ന് എനിക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. We say that there are several planets in the space. Though we haven't seen those planets, how do we say it is there? By our faith. അത് കണ്ടുപിടിച്ച ആളുകൾ, ദൂരദർശിനിയിലൂടെ കണ്ടുപിടിച്ച ആളുകൾ പറയാണ് മാഴ്സ് എന്ന് പറയുന്നൊരു ഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ വിശ്വസിക്കാം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. See, the scientists who invented that planet Mars through their microscope, they say that, oh, there is such a planet, so we listen to that and we believe and we say that there is a planet. അപ്പോൾ നമ്മുടെ അറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ വിശ്വാസത്താൽ നാം അറിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. So when we fail to comprehend things by our knowledge, we can believe things by our faith. എനിക്ക് കിഡ്നി ഉണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു, ഞാനങ്ങ് വിശ്വസിക്കുക. Somebody has told me that I have 2 kidneys. And I'm just believing that. ഞാൻ കണ്ടിട്ടില്ല, I haven't seen my kidneys. I haven't touched them. ഹൃദയമാണ് ഇടിക്കുന്നുണ്ട്, ഹൃദയം ഉണ്ടെന്ന് പറയാം. I know my heart is pulsating. കിഡ്നി ഇടിക്കാത്തതുകൊണ്ട് എനിക്ക് കിഡ്നി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുക. But because kidneys don't move like that, I just believe that I have 2 ഒരാൾ kidneys. പറയാം 2 കിഡ്നി, 3 ഉണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ ഞാൻ നിർബന്ധില്ല. 1 ഉള്ളെന്ന് പറഞ്ഞാലും വിശ്വസിക്കാം, കാരണം ഞാൻ കണ്ടില്ല. Because I haven't seen my kidneys, if a person say that he has 3 or he has only 1, I will be forced to believe. അപ്പോൾ നമ്മൾ ധാരാളം കാര്യങ്ങൾ വിശ്വസിച്ചറിയാം. So many things we believe and that's how we come to know about it. അങ്ങനെയാണ് നാം കാര്യങ്ങൾ ഏറിയ പങ്ക് അറിയുന്നതെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിയാനും വിശ്വാസം കൂടിയേ തീരും. So if majority of things are believed by faith, then in that case, to know about God also, we need to apply our faith. വിശ്വാസത്തിന്റെ അധ്യായമായ എബ്രായർ 11:6 ഇങ്ങനെ വായിക്കുന്നുണ്ട്. In Hebrews chapter 11 verse 6 we read like this. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? Hebrews 11 and verse 6. ആ മലയാള തർജ്ജമയേക്കാൾ കുറച്ചുകൂടെ ഭേദമായിട്ടുള്ള ഇംഗ്ലീഷാണ്. Those who come to God must believe that He is, and He is a rewarder of those who genuinely seek after Him. I'm going to read that. Yeah. And without faith, it is impossible to please Him. For he who comes to God must believe that He is, and that He is a rewarder of those who seek Him. ദൈവം ഉണ്ടെന്നല്ല, God is എന്ന് പറഞ്ഞാൽ ദൈവം ആകുന്നു. That means God is. ദൈവം നിലനിൽക്കുന്നതല്ല, ദൈവം ആകുന്നു. അത് ദൈവത്തിന്റെ പേരാ. I am that I am. ഞാൻ ആകുന്നു. God revealed Himself saying that I am that I am, not by saying that I do exist, but അതുകൊണ്ട് I am. ദൈവവചനത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ആഴങ്ങളെ
വിശ്വാസത്താൽ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. So it is our duty and responsibility to believe and accept whatever things are revealed to us through the precious word. അപ്പൊ ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയത് വിശ്വാസത്താൽ നാം അംഗീകരിച്ചേ തീരും. So God is spirit, and that God, whatever he has revealed to us through his precious word, by faith we have to accept and we have to believe it. അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞു. So now the first point is over. വ്യക്തമായോ? Is it clear now? ഞാൻ പറഞ്ഞ അറിവിന്റെ കാര്യങ്ങളെല്ലാം വിട്ടുതരും. വിശ്വാസത്താൽ നാലാമത്തെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ പോക്കോട്ടെ. To know God by faith, that is what we have to learn. ഇനി രണ്ടാമതായിട്ട്, ഒന്ന് ദൈവം ആത്മാവാകുന്നു, രണ്ട് ദൈവം വ്യക്തിയാകുന്നു. First, God is spirit. Second, God is a person. ദൈവത്തിന് വ്യക്തിത്വമുണ്ട്. God has a personality. അപ്പോൾ ആത്മാവാണെങ്കിലും ഈ ആത്മാവായ ദൈവത്തിന് വ്യക്തിത്വമുണ്ട്. So though God is spirit, that spirit has a personality. ഇനി വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? What is the meaning of personality? ജീവനുള്ളതിലെല്ലാം വ്യക്തിത്വം ഉണ്ടോ? All the living things, do they have personalities? ഉണ്ടോ? ജീവനുള്ളത് കൊണ്ട് വ്യക്തിത്വം ഉണ്ടാകണം നിർബന്ധമുണ്ടോ ഇല്ലയോ? Is it necessary that every living thing should have a personality? ഇല്ല. ഓ, ആ പശുവിനെ കാണണ്ട, എന്നാ പേഴ്സണാലിറ്റി, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? When we see a healthy cow, nobody would say that, oh, what a personality that cow possesses. അത് ജീവനുണ്ട്, It is alive, നടക്കുന്നുണ്ട്, it walks, കേൾക്കുന്നുണ്ട്, it can hear, കാണുന്നുണ്ട്, it can see, തിന്നുന്നുണ്ട്, and it eats, കുടിക്കുന്നുണ്ട്, it can drink, അറിയുന്നുണ്ട്. it knows things. പക്ഷേ പേഴ്സണാലിറ്റി നമ്മളാരും പറയല. But we won't say that cow has a personality. വീട്ടിൽ വളർന്ന പട്ടിയുടെ എന്തൊരു പേഴ്സണാലിറ്റിയാ. And how about the case of our dogs, which are our pets? അതിന് വ്യക്തിത്വം ഉണ്ടെന്ന് പറയല. We will never say that our dog has a personality. അപ്പൊ ജീവനുള്ള സകലത്തിൽ നിന്നും ചുരുക്കം ചിലതിന് മാത്രമേ വ്യക്തിത്വമുള്ളൂ. So out of all the living things, only a few have personality. അങ്ങനെ വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ 3 ഗുണങ്ങൾ വേണം. In order to have a personality, there should be 3 prerequisites for that. ഒന്ന്, First, സ്വയമായി അറിയാനുള്ള കഴിവ് വേണം. it should have ability to comprehend by itself. എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്ന അറിവ് പോരാ. Not that inherent knowledge that he has by birth. സ്വയമായിട്ട് വികസിച്ചു വരുന്നതായ അറിവ്, തീരുമാനമെടുക്കാൻ കഴിയുന്നതായ അറിവുണ്ടായിരിക്കണം. We should have an ability to make our own decisions as we grow up. ദൈവത്തെക്കുറിച്ച് പറയുന്നത് 139 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ദൈവം അറിയുന്നു. In Psalm 139, in the beginning portion, we read that God knows. ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും പോകുന്നതും എല്ലാം ദൈവം അറിയുന്നു. All my sitting and walking and thinking, everything God knows. അപ്പൊ ദൈവത്തെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ദൈവത്തിന് സ്വയമായിട്ട് അറിയാൻ കഴിവുള്ളത് കൊണ്ട് ദൈവത്തിന് വ്യക്തിത്വം ഉണ്ടെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവാണ്. So this is the first proof that God is able to know things without being instructed by anybody. രണ്ട്, Secondly, സ്വയമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഒരു വ്യക്തിക്കുണ്ട്. an individual has the ability to act himself. ഉൽപ്പത്തി 1:1 ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ, ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. Genesis first chapter verse 1, that in the beginning God created heavens and earth. അപ്പൊ ആരും പറഞ്ഞു കൊടുക്കാതെയും ആരുടെയും സഹായം കൂടാതെയും സ്വയമായി എന്തും ചെയ്യാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം വ്യക്തിയാണ്. So God has the ability to do anything without anybody else's support or any suggestions. Therefore God is a person. മൂന്നാമതായിട്ടൊരു വ്യക്തിത്വത്തിന് സ്വയമായി വികാര വിചാരങ്ങൾ ഉണ്ടായിരിക്കണം. Thirdly, a personality should have ability to feel and know things. ദൈവം സ്നേഹിക്കുന്നു. God is love. യോഹന്നാൻ 3:16 ദൈവം സ്നേഹിച്ചു, അതൊരു വികാരമാണ്. John 3:16 says that God loves. That is a feeling. അപ്പോൾ അറിയാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവും വികാരങ്ങളും ഉണ്ടെങ്കിലും ഈ 3 ഗുണങ്ങളും പശുവിനും മൃഗങ്ങൾക്കും ഉണ്ടെങ്കിലും സ്വയമായി അതിനുള്ള കഴിവില്ല. So even the cow has all these 3 abilities. It doesn't have that inherent ability. ഇൻഹറന്റേ ഉള്ളൂ.
It has only that inherent ability. സ്വയമായി ചെയ്യാനുള്ള കഴിവില്ല. But it cannot act independently. എന്തുപോലെ ജന്മസിദ്ധമായിട്ട് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് വികസിക്കാനൊന്നുമില്ല. അത് അത്രയും കഴിവ് മാത്രമേ ഉള്ളൂ. That means the inherent abilities cannot be developed further as it grows up. എന്നാൽ നമുക്ക് വ്യക്തിത്വം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വയമായി നാം അറിയുന്നു, സ്വയമായി പ്രവർത്തിക്കുന്നു, സ്വയമായ വിചാര വികാരങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ വ്യക്തിത്വമുണ്ട്, ദൈവത്തിന് വ്യക്തിത്വമുണ്ട്. So when we say that we have a personality, we know things, we do things, we think about things. The same way, God also has personality. അപ്പൊ ദൈവം ആത്മാവാണ്, ദൈവം വ്യക്തിയാണ്. So God is a spirit. Also, God is a person. ദൈവം ഒരു ശക്തിയല്ല, He is not a power, മറിച്ച് സർവശക്തനായ ദൈവമാണ്. but He is an omnipotent God. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. So 2 points are over. വ്യക്തമാണല്ലോ ഇത്രയും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാണ് മുമ്പോട്ട്. We are considering this progressively. അങ്ങനെ ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവം വ്യക്തിയാണെങ്കിൽ ആ ദൈവത്തിന് ദൈവം ആരാണ്? If God is spirit and if He has personality, then who is God? എങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം? What type of a person is He? പ്രധാനമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇനി വരിക. We are coming to the important points. ദൈവവചനത്തിൽ മാത്രമേ ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ചുള്ള വെളിപ്പാടുള്ളെങ്കിൽ ഈ വചനം ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ച് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു? If the revelation of God is only from the scriptures, what scripture teaches about the person of God, about the personality of God? എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. Here comes the important question. എത്ര ദൈവമുണ്ട്? How many gods are there? ലോകത്തിൽ അനേക മതങ്ങളുണ്ട്, എല്ലാവർക്കും ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. There are many religions in this world, and all those religions do talk about God. അപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കുക, ക്രിസ്ത്യാനികളോട് ചോദിക്കുക, നിങ്ങൾക്ക് എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ, Then if a person asks a Christian, how many gods you have? നമ്മൾ പറയും ഞങ്ങൾക്ക് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. We will say that we have God the Father, God the Son, and God the Holy Spirit. അപ്പം ആ ചോദിക്കുന്ന ആൾ അപ്പൊ ദൈവം എത്രയാ? So he will ask how many are the gods in number. നമ്മൾ എന്ത് പറയും? What would be our answer? പറയുന്നതിന് പേര് നമ്മൾ വട്ടം കറങ്ങും അല്ലേ? We will be confused then. നമ്മുടെ പിള്ളേർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്? If our children ask that question, what would be our answer? മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. How can we explain this to them? One God exists in three persons. ഇങ്ങനെ പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവുമോ? If we explain like that, will the children be able to understand it? ഒരു ദൈവം, one God, മൂന്ന് ആളത്വങ്ങളിൽ, and three personalities. അതെങ്ങനെ ഒരു ദൈവം മൂന്ന് ആളത്വങ്ങളിലായിട്ടിരിക്കുന്നത്? How it is possible? ഒന്നെപ്പോഴും ഒന്നല്ലേ? One is always one. ഒന്നെങ്ങനെ മൂന്നാകുന്നത്? How can one be three? ഇനി മൂന്നാണെങ്കിൽ മൂന്ന് ഒന്നാകുന്നത് എങ്ങനെയാ? If there be three, how can it be one? ഇതാണ് ഈ വിഷയത്തിലെ സങ്കീർണത എന്ന് പറയുന്നത്. That is there lies the complexity on the subject. ഇത് ഒരു 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 വിഷമകരമായ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. We don't have to worry about thinking that it's a difficult subject. നമ്മൾ മുഴുവൻ കോംപ്രിഹെൻഡ് ചെയ്യണ്ട, പക്ഷെ കോംപ്രിഹെൻഡ് ചെയ്യാവുന്നിടത്തോളം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മളൊരു ബ്ലൈൻഡ് ബിലീഫ് വേണമെന്ന് വേദോസം പറയുന്നില്ല. We don't have to believe it blindly, but he has been revealed in the scriptures. നമുക്കിത് കുറെ ലോജിക്കൊക്കെ ഉപയോഗിക്കാം. We can apply some logic. മൂന്ന് വേദഭാഗങ്ങൾ ആദ്യം വായിച്ചു നോക്കുക. We would like to read three scripture portions. ബാക്കി എല്ലാം മറന്നാലും ഈ മൂന്ന് വാക്യങ്ങൾ മനപ്പാഠം പഠിക്കണം. We need to make these three verses by heart. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആവർത്തനം 6:4. First, Deuteronomy chapter 6 and 6. 2 മർക്കോസ് 12:29. Mark 12 and 29. 3 യാക്കോബ് 2:19. Then James 2:19. ഈ മൂന്ന് വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മൂന്ന് വാക്യങ്ങൾ പറഞ്ഞത്. With the different purposes, I mentioned these three verses. അതിൽ ആദ്യത്തേത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനമായ വാക്യമാണ്. The first verse is the most important verse concerning the ഓരോ Israelites. ഇസ്രായേലിയ ബാലന്റെയും ബാലികയുടെയും ചെവിയിൽ മാതാപിതാക്കന്മാരോ മലയാളത്തിൽ പറയുന്നത് ഓതിക്കൊടുക്കുന്ന ആദ്യത്തെ വചനമാണിത്. This is the first verse that every parent would teach their children. അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിത്തറ എന്നാണ് ഇതിനെ കുറിച്ച് പറയാറ്. That is the foundation of their faith. ഒന്ന് വായിച്ചു നോക്കാം. Shall we read that verse?
ആരെങ്കിലും എടുക്കുന്നവർ വായിച്ചോ? These words which I am commanding you today shall be on your heart. You shall teach them diligently to your sons, and shall talk to them when you sit in your house, and when you walk by the way, and when you lie down, and when you rise up. You shall bind them as a sign on your hand, and they shall be as frontals on your forehead. നാലാണോ വായിക്കുന്നത്? നാലാ വായിക്കട്ടെ. Deuteronomy chapter 6 and verse 4. Hear, O Israel, the Lord is our God, the Lord is one. നമ്മുടെ ദൈവം യഹോവ നമ്മുടെ ദൈവമാകുന്നു. Lord is our God. God is one. Lord is one. ഇനി അടുത്തത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പഠിപ്പിക്കലാണ്. മർക്കോസ് 12:29. Mark chapter 12 and 29. verse 29. ഇതേ ആശയം തന്നെയാണ് കർത്താവ് എടുത്തു പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നുകൂടെ കേൾക്കാം. Because our Lord quoted it, let us read it one more time. The Lord God is one Lord. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത് യാക്കോബ് ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇനി മനുഷ്യൻ അറിയുന്നില്ല, പിശാച് ഈ കാര്യത്തെ കുറിച്ച് എന്താ അറിയുന്നു എന്നുള്ളതാണ്. When James talk about it, he is talking what devils know about God. 2:19. James 2 and verse 19. You believe that God is one. Do you well. The demons also believe and shudder. ഇവിടെ പിശാചുക്കളെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. The demons also believe and shudder. They shake. അപ്പൊ ഈ ഭാഗങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയുന്നത് God is one, God is one, God is one. So repeatedly in all these three portions we read that God is one. ആ ദൈവം തന്നെ ന്യായപ്രമാണം നൽകിയപ്പോൾ ആദ്യമേ പറഞ്ഞത് പുറപ്പാട് 20:1-2 വാക്യങ്ങളിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. That same God told Moses when the Ten Commandments were given, he said that thou shalt not have any other God other than me. ചുരുക്കി പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം വേദപുസ്തകത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. In other words, monotheism is not polytheism is not supported by the scriptures. അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. Thou shall not have other gods. പഠിപ്പിക്കൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒന്നും തന്നെയാണ്. The teaching in the Old Testament and the New Testament is one and the same. ഞാൻ അല്ലാതെ വേറെ ദൈവം ഉണ്ടാകാൻ പാടില്ല. Thou shall not have another God other than me. അപ്പോൾ ദൈവം ഒന്ന് അല്ലെങ്കിൽ God is one എന്ന പഠിപ്പിക്കലാണ് ഇംഗ്ലീഷ് ബൈബിൾ അനുസരിച്ച് നമ്മൾ വായിച്ചു കേട്ടത്. So we read here that God is one. ഇനി ആ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. Now the problem arises now. അപ്പോൾ God is one എന്ന് പറയുന്ന അതേ പുസ്തകം തന്നെ ആരംഭിക്കുമ്പോൾ ദൈവത്തിൽ ഒരു ബഹുത്വമുള്ളത് പോലെ നമുക്ക് തോന്നും. So in the first verse of Genesis, when we read that, it is implied that in that one God there is a plurality is involved. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. That is our fourth point. അപ്പോൾ God is spirit. God is spirit. രണ്ട് God is person. God is a person. Then third one is God is one. God is one. Number 4, God is plural. God is plural. That's the fourth point. നാലാമത്തെ പോയിന്റാണ്. എന്താണ് ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ടെന്ന് പറഞ്ഞാൽ? What does it mean? There is a plurality exists in one God. ഒരു 4 വാക്യങ്ങൾ ആദ്യ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വായിക്കാം. Let's read 4 verses from Genesis chapter 1. ഒന്ന് ഉൽപ്പത്തി 1:26. Genesis 1 and verse 26. ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം ഒരുങ്ങുകയാണ്. Here God is preparing to make man. അപ്പോൾ ദൈവം പറയാണ്, Then God said, വരുവീൻ നാം അനന്തര ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. Let us make man in our image according to our likeness. ആരാ ഇത് പറയുന്നത്? Who is saying this? ദൈവം പറയാ. God said. ചിലർ പറഞ്ഞ ദൂതന്മാരോടാ പറയുന്നതാ. But some people say that God is telling this to angels. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഇങ്ങനെ മീഖായേലിനെയും ഗബ്രിയേലിനെയും എല്ലാവരും കൂട്ടിയിരുത്തിക്കൊണ്ട് പറയാ, ഇടവേ എല്ലാ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പം ബാക്കി ആകെപ്പാടെ മനുഷ്യനെ കൂടെ ഉണ്ടാക്കിയാൽ മതി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണെന്നാ ചിലർ വിചാരിക്കുന്നത്. So some people interpret that God is telling his archangels that all the other creation is complete. Now let us make man. ഇങ്ങനെയുള്ള യഹോവ സാക്ഷികളും ക്രിസ്ത്യാഡൽഫിയൻസും ഉണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ
തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. See, these teachings are put forward by Jehovah Witness and the other groups. So the same God is saying in verse 27 that God created man in his own image. In the image of God, he created him, male and female, he created them. ഇനി ദൂതന്മാരോട് പറഞ്ഞപ്പോൾ നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ദൂതന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നെങ്കിൽ 27 വാക്യം എങ്ങനെ എഴുതണമായിരുന്നു? ദൈവത്തിന്റെയും ദൂതന്മാരുടെയും സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനുണ്ടാക്കിയെന്ന് പറയണമായിരുന്നു. If God said to angels that let us make God, then the 27th verse should have been like this: God created man in the image of God and the angels. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയതാ സൃഷ്ടിച്ചെന്ന് 27 പറയുന്നത്. Here we read that God created man in his own image. അങ്ങനെയെങ്കിൽ ഈ നാം നമ്മുടെ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്തായിരിക്കണം? So what does it mean when we read here that let us make and let us make? God is one എന്ന് പറയുമ്പോൾ തന്നെ പറയാണ് let us. God is saying God is one. At the same time, the usage is let us make. ഇനി 3:22 നോക്കുക. Let's read Genesis 3:22. അവിടെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ പറയുകയാണ്, മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. After Adam and Eve committed sin, here God is then saying that, verse 22, then the Lord God said, behold, the man has become like one of us. One of us. He has become like one of us. അപ്പൊ നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആള് ഒന്നിലധികമാണ് നമുക്ക് തോന്നിപ്പോവുക. So that means the person who is talking here, there is a plurality in him. അങ്ങനെ നമുക്ക് തോന്നിയാൽ തെറ്റ് പറയാനുണ്ടോ? Is it wrong to say like that? ഉണ്ടോ? ഇല്ല. ഇനി 11:6 വാക്യം നോക്കുക. ബാബേൽ ഗോപുരം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത്. So let us go to Genesis 11 and read verse 6. After the Tower of Babel was built, he said, behold, they are one people and they all have the Lord came down to see the city and the tower which the sons of men had built. The Lord said, behold, they are one people and they all have the same language, and this is what they began to do, and now nothing which they purpose to do will be impossible for them. Come, let us go down. Let us go down. നാം ഇറങ്ങിച്ചെല്ലുക. Come, let us go down. ആരാ പറയുന്നത്? Who is saying this? ദൈവം പറയാ. God himself is saying us. അപ്പൊ നമ്മുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കാം, നമ്മിലൊരുവനെ പോലെയായി നാം ഇറങ്ങിച്ചെല്ലുക. So let us go down and let us create him in our image. അപ്പോൾ ഈ പറയുന്നത് ഒരാളല്ല, പലരും ചേർന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവാ. So we feel like not one person alone is saying, but more than one person is പറയുന്നതെല്ലാം ദൈവമാ പറയുന്നത്. But God is speaking here. അങ്ങനെ ദൈവം പറയുമ്പോൾ ആ ദൈവത്തിൽ തന്നെ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ തന്നെ പലരുള്ളത് പോലെ നമുക്ക് തോന്നിപ്പോകും. So it is understood that in one God there is plurality existing. ഇനി ഉൽപ്പത്തി 1-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ കുറെ കൂടെ വ്യക്തമാകും. So when we read the first verse of Genesis chapter 1, it will be a little more clear. അവിടെ നാം വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. There we read that in the beginning God created the heavens and the earth. തീർന്നില്ല. അതിന്റെ വിശദീകരണം, ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശദീകരണം സൃഷ്ടിയുടെ വിശദീകരണം പറയുന്നുണ്ട്. So further it is explained about the creator and the creation. 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. In verse 2 we read that the spirit of God moved over the water. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. God commanded, let there be light. അപ്പൊ സൃഷ്ടി എങ്ങനെ ഉണ്ടായി? So how creation was made? സൃഷ്ടിയോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ പ്രവർത്തനം കാണുന്നു. So we see the activity, the work of God in relation to the creatures, the creation. 2, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് കാണുന്നു. Then we read about the spirit of God. 3, സൃഷ്ടിക്കാൻ മുഖാന്തരമായ കൽപ്പന കാണുന്നു. Then we read that command which was the means by which everything was created. ആ കൽപ്പന എന്താണെന്നുള്ളത് 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. In Psalm 33 and verse 6 we read what that command was. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. We read that by the powerful word of God heaven and everything was created. ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. Everything was created by his word. അപ്പോൾ ഉൽപ്പത്തി 1-ൽ 3-ാം വാക്യത്തിൽ കൽപ്പിച്ചു എന്ന് പറയുന്നത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. So when we read that he created
everything by His word. That means by His word everything was created. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ നാം കാണുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും വചന മുഖാന്തരം ഉളവായി. So in John's Gospel chapter 1, we read that, the first verse, we read that in the beginning Was the word. In the beginning was the Word, and the Word was with God, and the Word was God. He was in the beginning with God. All things are made. All things came to Him being through Him, and apart from Him nothing came into being that was come into അപ്പോൾ being. സകലവും സൃഷ്ടിച്ചത് ആരാണ്? So who created everything? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ The Word. വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം സകലത്തെ സൃഷ്ടിച്ചു. In the beginning was the Word, and that Word created everything. ഇനി അത് 14-ാം വാക്യത്തിൽ പറയുമ്പോൾ, വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിന്റെ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. So John 1 and verse 14 we read that, and the Word became flesh and dwelt among us, and we saw His glory, glory as of the only begotten from the Father, full of grace and truth. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? I hope it is clear. കൽപ്പനയാലാണ് ഉണ്ടായത് 31 പറയുമ്പോൾ, ആ കൽപ്പന വചനമാണ് 33-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നു. ആ കൽപ്പന എന്ന് പറയുന്നത് വചനമായ ക്രിസ്തുവാണെന്ന് യോഹന്നാൻ ഒന്നും പറയുന്നു. In Genesis we read that God commanded and everything came into existence, and in Psalm 10 we read that 33:6 we read that. Yeah. Both are the same. In eternity, the plan was made by the triune God, and the creative work was done by the Lord Jesus through. He is a mediator. How do you make a decision between that which happened in the eternity and in the time? Yeah? Yeah, now my question, how do you differentiate? That's a philosophical statement. In eternity, God made and the Son brought into it. No, it is clearly said that all things are made by Him. That simply means it is the Lord Jesus who made. Yeah. Plan was made. Yeah. Yeah. In the divine plan, God the Father planned it. Son did the creation work. Okay? And the Holy Spirit preserved it. See, we cannot make something that happened in the eternity and in the time. Only once the work of creation was done. But a plan was made earlier. The work was done in eternity, and that was the beginning of time. Eternity came to an end by history. Okay. Salvation was planned by God, the triune God. Then again, all the things were planned by the triune God. We read that God the Father created. In Job, we read that the spirit of man came to being by the Holy Spirit. And the Lord Jesus, as far Him is concerned, it says that the Lord Jesus made it. So we cannot, as far we are the human beings, we with limited knowledge, we can just say that God the Father, God the Son, God the Holy Spirit made. But the triune God involved in every activity. Whether it is creation or salvation or giving of gift of preservation, the triune God is involved. And for study's sake, we make a distinction. That's all we do. Otherwise, each individual person of the Trinity has his own way of work. And I will bring it into your notice later. Okay?
So, God is spirit, ദൈവം ആത്മാവാകുന്നു. God is person, ദൈവത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. God is what? തിരിഞ്ഞു പോയ. It's okay. ദൈവം ആത്മാവാകുന്നു, ദൈവം വ്യക്തിയാകുന്നു, ദൈവം വണ്ണാകുന്നു. God is one. ദൈവത്തിനൊരു ബഹുത്വമുണ്ട്. And there is a plurality in God. ആ ബഹുത്വം എന്ന് പറയുന്നതിൽ ഉൽപ്പത്തി 1 നാം വീണ്ടും വരുമ്പോൾ, ഇൻ ദ ബിഗിനിങ് ഗാഡ്, ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. So in Genesis 1 we read that in the beginning God created. അവിടെ ദൈവം എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. There that word used in Genesis 1, God, that is an important terminology. ആ വാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരുന്നാൽ ഈ വിഷയത്തോട് കൂറ് പുലർത്തുക, അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. If we don't explain that, give a little more explanation, it won't be justifiable. അവിടെ ദൈവം എന്നത് ഉപയോഗിച്ചിരുന്ന വാക്ക് ഏലോഹിം എന്നാണ്. The word Elohim is used in Genesis 1:1. അതൊരു കോമ്പൗണ്ട് നൗൺ ആണ്. That is a compound noun. ആ നാമത്തെ 3 ആയിട്ട് വിഭജിക്കാവുന്നതാണ്. We can divide that name into 3. El, Allah, Im. El എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ദൈവം എന്നുള്ളത്, സർവശക്തൻ എന്നാണ് അർത്ഥം. El means the all powerful God. നമ്മുടെ കർത്താവ് ക്രൂശിൽ വെച്ച് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചു. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. On the cross our Lord cried, Eli, Eli, lama sabachthani. Eli means God. അപ്പൊ ആദിയിൽ ഏൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? Then was it not necessary to simply to say that El created heaven and earth? അങ്ങനെ പറഞ്ഞാൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചെന്ന് തന്നെ അർത്ഥം വരും. The meaning would be the almighty, all powerful God created. എന്നാൽ അതോട് ചേർത്ത് അലായും കൂടെ വന്നിരിക്കുകയാണ്. ALAH എബ്രായ വാക്കാണ്. But in Hebrew the word is alai. അലാഹ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, വിശ്വസ്തനും സത്യവാനുമായവനെന്നാണ്. That means faithful and true. അപ്പോ സർവശക്തനായ ദൈവം വിശ്വസ്തനും സത്യവാനുമാണ്. The almighty God is faithful and he is true. എന്നാൽ ഈ ദൈവത്തിലെ വ്യക്തിത്വത്തെ കുറിച്ച് പറയാൻ ഇം എന്ന വാക്കോട് ചേർത്തിരിക്കുകയാണ്. But in order to mention the personality, the word im is also added. നമുക്കറിയാം മലയാളത്തിൽ അവ എന്നുള്ളതിനോട് ചേർത്ത് ഇൻ എന്ന് ചേർത്താൽ അത് പുല്ലിംഗമാണെന്നറിയാം. You know that in Malayalam that word can be made masculine when you say the last letter will prove whether one is singular, one is masculine or feminine. Yeah. അവൾ എന്ന് പറഞ്ഞാൽ അവയോട് ചേർത്ത് ഇൽ വരുമ്പോൾ അത് സ്ത്രീലിംഗമായി, അവയോട് ചേർത്ത് ഇർ വന്നു കഴിയുമ്പോൾ അത് ബഹുവചനമായി. അപ്പോൾ എബ്രായ ഭാഷയും അതുപോലെ തന്നെയാണ്. ആ വാക്കിന്റെ അവസാനത്തിലെ ആ ലെറ്റേഴ്സ് കൊണ്ടാണ് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ എന്നറിയുന്നത്. So in Hebrew language, the suffixes used at the end of a word determines whether it is singular or plural or a person. ഇവിടെ ഇം എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ്. Im means it is a plural. എബ്രായ ഭാഷയ്ക്ക് നമ്മുടെ ഭാഷ പോലെയല്ല, ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. So for the Hebrew language there are three സിംഗുലർ, ഡ്യുവൽ ആൻഡ് പ്ലൂറൽ. Yes. ഈ 3 വ്യത്യാസങ്ങളുണ്ട്. So they are different. ഒന്നാണെങ്കിൽ സിംഗുലർ, If it is one, it is singular. രണ്ടാണെങ്കിൽ ഡ്യുവൽ, If it is two, it is a dual. 3 അതിലധികമാണെങ്കിലാണ് ബഹുവചനം. 3 or more makes it a plural. നമുക്ക് ബഹുവചനം എപ്പോഴാകുന്നു? ഒന്നിലധികമുള്ളതല്ല, നമുക്ക് ബഹുവചനം. But in other languages, whenever it is more than one, it is a plural. അപ്പോൾ എബ്രായ ഭാഷയിൽ ഇം എന്ന ആ എൻഡിങ് വന്നു കഴിയുമ്പോൾ അത് ബഹുവചന രൂപമാണ്. But so in Hebrew, when that the suffix im is added, that is a plural. നമുക്കറിയാവുന്ന വാക്കുണ്ട് ചെരൂബീം. We know that word cherubim, seraphim. അതെല്ലാം ബഹുവചനം, അനേകമാണ്. They are all plural. അപ്പൊ ദൈവത്തിൽ ഒരു ഇം ഉണ്ട്. So in God there is a plurality. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ബഹുത്വമുണ്ട്. There is a plurality in one God. അപ്പൊ ബഹുവചനമായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. So that plurality in God, that God created heavens and earth. എന്ന രസകരമായ ഒരു ഭാഗം, ആ ഏലോഹീം എന്നുള്ള ബഹുവചന കർത്താവിനോട് ചേർത്ത് ഭാഷയുടെ നിയമം അനുസരിച്ച് ക്രിയാപദമായ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബഹുവചനക്രിയ ഉപയോഗിക്കേണ്ടതായിരുന്നു. പക്ഷേ ബാറ എന്ന ഏകവചനക്രിയ ഉപയോഗിച്ചിരിക്കുക. But you know that Elohim, which is a plural noun, along with that the verb used is a singular noun. For the verb. Singular verb. അത് തന്നെ തെളിയിക്കുന്നത് ദൈവത്തിനൊരു ബഹുത്വം ഉണ്ടെങ്കിലും പല ദൈവങ്ങളില്ലെന്ന്. So that itself proves that although there is a plurality in God, he is one. മനസ്സിലായല്ലോ? ഏതാണ്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ദൈവത്തിനൊരു ബഹുത്വമുണ്ട്. ആ ബഹുത്വത്തിൽ അനേകത്വമില്ല, പല ദൈവങ്ങളില്ല.
In God there is a plurality, but that doesn't mean that there are several gods. ഇനി ആ പ്ലൂറാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. So let us consider what is that plurality. അപ്പൊ നമ്മൾ കണ്ടു ദൈവം ആത്മാവാണ്, So we saw that God is spirit ദൈവത്തിന് വ്യക്തിത്വമുണ്ട്, and he has a personality, ആ വ്യക്തിത്വത്തിൽ ഒന്നിലധികമുണ്ട്, and in that personality there are more than one, കുറഞ്ഞ പക്ഷം 3 വ്യക്തികളെങ്കിലും ഉണ്ട്. 3 persons. ഇനി അത് 3 30 എങ്ങനെ അറിയാം? How do we know it is whether 3 or it's 30? ഉൽപ്പത്തിയിൽ നമ്മൾ ആദ്യം ഒരു സൂചന കണ്ടു, ദൈവം, വചനം, ആത്മാവ്. In Genesis we got a hint, God, word and spirit. ഇനി അടുത്ത 1-2 വേദഭാഗങ്ങൾ നോക്കുമ്പോൾ ആ ബഹുത്വം എന്ന് പറഞ്ഞ അനേകത്വമല്ല, 3 ഉള്ളെന്ന് തെളിയാം. So the following verses that we are going to read will prove that they are not multiple but only 3. അതാണ് 5ാമത്തെ പോയിന്റ്. That is the 5th point. ബഹുത്വം അനേകത്വമല്ല. പ്ലൂറാലിറ്റി ഈസ് നോട്ട് മെനി. Plurality is not many. സംഖ്യ 6:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 6:21 മുതൽ 23 വരെ. Numbers chapter 6 and verses 21 to 23. അവിടെ അഹരോൻ ജനത്തെ ആശീർവദിക്കാനായിട്ടുള്ള ആശീർവാദ വചനങ്ങളാണ്. They are the words of Moses to bless the people. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. We are reading from Numbers chapter 6 verse 23 onwards. Speak to Aaron and to his sons, saying, Thus thou shalt bless the sons of Israel. You shall say to them, The Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord lift up his countenance on you and give you peace. എത്ര പ്രാവശ്യം ലോർഡ് എന്ന് പറയുന്നുണ്ട്? How many times the word Lord is repeated there? 3 പ്രാവശ്യം. 3 times. യഹോവ അനുഗ്രഹിക്കട്ടെ, Let the Lord bless. യഹോവ തിരുമുഖം പ്രകാശിപ്പിക്കട്ടെ, Let Lord shine his face on you. യഹോവ നിന്നെ കാക്കുമാറാകട്ടെ. The Lord lift your countenance. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. What is the next verse? So they shall invoke my name on the sons of മൈ Israel. നെയിം, എന്റെ നാമം. എന്റെ നാമങ്ങളല്ല, എന്റെ നാമം. It is singular, my name. അപ്പൊ 3 പ്രാവശ്യം യഹോവ 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 എന്ന് പറഞ്ഞിട്ട് എന്റെ നാമം. So 3 times it is repeated, Lord, 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 and then says my name. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നു? Was it not necessary to say only once 2 പറഞ്ഞാൽ പോരായിരുന്നു? or twice? 4 പറയാൻ മേലായിരുന്നു? Why not 4 times? എന്തുകൊണ്ട് 3 ആയിട്ട് നിർത്തിയത്? Why it is limited to 3? യെശയ്യാവ് 6:3 പറയുമ്പോൾ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ Holy, holy. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അതിന് 3 പ്രാവശ്യം പറയുന്നത്. So in Isaiah chapter 6 where seraphims are worshipping God, they say 3 times ഹോളി ഹോളി ഹോളി. holy, holy, holy. 4 പ്രാവശ്യം പറഞ്ഞത് എന്താ? Not 4 times. അവിടെയും ഈ ബഹുത്വമായ ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നുള്ള സൂചന കിട്ടുക. There also we get a hint that in this one God there is a plurality. അപ്പൊ ദൈവം ആത്മാവാണ്, God is spirit, ദൈവം വ്യക്തിയാണ്, he is a person, ആ വ്യക്തിത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. and in that personality there is a ആ plurality. ബഹുത്വം എന്ന് പറഞ്ഞാൽ 30 മുക്കോടിയും 30 ഒന്നും അല്ല. But that plurality doesn't mean that 33,000. ആ ബഹുത്വത്തിൽ ഒരു 3 ഉള്ളെന്നൊരു സൂചനയുണ്ട്. But there is a hint that in that plurality only 3. ഇനി ആ 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. And what are the 3 God? യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം 12-16 വാക്യങ്ങൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ്. Isaiah chapter 48 12 and 16. verse 12 and 16. Isaiah 48, 12 and 16. Listen to me, O Jacob, even Israel whom I called. I am he. I am the first. I am also the last. ഞാൻ എന്ന് 12-ാം വാക്യം. 16-ാം വാക്യം. Let's read verse 16. Come near to me. Listen to this. From the first I have spoken in secret. From the time it took place, I was there. And now the Lord God has sent me and his spirit. യഹോവയായ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, ആത്മാവിനെ. Now the Lord God has sent me and his spirit. അപ്പോൾ ആദ്യം പറയുകയാണ് ഞാൻ അനന്യൻ, യഹോവയായ ഞാൻ എന്ന് പറയുമ്പോൾ അതോട് ചേർത്ത് പറയുകയാണ് യഹോവ എന്നെ അയച്ചിരിക്കുന്നു, ആത്മാവിനെ അയച്ചിരിക്കുന്നു. Here we read that the Lord God has sent me and his spirit. അപ്പൊ 3 വ്യക്തികളായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. There we see 3 persons. ഇതേ കാര്യം തന്നെ 63-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. In Isaiah 63 verse 7 to 10 we read the same thing. 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലുണ്ട്. In Psalms 50 verse 1 we come across the same ചുരുക്കി thing. പറഞ്ഞാൽ ഈ വേദഭാഗങ്ങളിലെ 3 വ്യക്തികളെ കൊണ്ട് ദൈവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. So in all these portions, God, when he talks about God,
three persons are there. അപ്പൊ ദൈവത്വത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നുള്ളതായ തെളിവുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. So these are the proof that in the Godhead there are 3 persons. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. Let's come to the New Testament. ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ സ്നാനം കാണാം. In Luke chapter 3 we read about the baptism of Lord 21-22 about Jesus Christ. അവിടെ യേശുക്രിസ്തു സ്നാനമേൽക്കാൻ വെള്ളത്തിൽ നിൽക്കുന്നു. There Lord Jesus is in the water. സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വരുന്നു. After his baptism the Spirit of God came from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And from heaven God the Father said, he is my beloved son. അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു വ്യക്തിയുണ്ട്. So in heaven there is a person. ഒരു വ്യക്തിയെ സ്വർഗ്ഗത്തിൽ പറഞ്ഞു വിടുന്നു. And one person is sent to this heaven. കർത്താവായ യേശു ഇവിടെ വെള്ളത്തിൽ നിൽക്കുന്നു. And Lord Jesus is standing in the water. അപ്പോൾ ഒരേ സമയത്ത് എത്ര വ്യക്തികളുണ്ട്? So at the same time how many persons are there? 3 വ്യക്തികളുണ്ട്. 3 persons. ചിലർ വിചാരിക്കുന്നത് ഒരാൾ 3ആയിട്ട് അവതരിക്കുകയാണെന്ന്. Some people think that one person is incarnating in 3 different forms. അങ്ങനെയല്ല, 3 വ്യക്തികൾ തന്നെ ഉണ്ട്. That is not true. There are 3 persons. ഇനി കർത്താവിന്റെ പരീക്ഷ നോക്കണം. Now let's read the portion concerning the temptation of God. ലൂക്കോസ് 4-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കണ്ട, നമുക്ക് പരിചയമുള്ളതാണല്ലോ. Luke's Gospel chapter 4 we read that. അവിടെ നാം വായിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിനെ അയക്കുകയാണ്. There we read that God sent Lord Jesus Christ. ആത്മാവ് അവനെ നിർബന്ധിക്കുകയാണ്. And the Spirit of God is compelling him. കർത്താവ് മരുഭൂമിയിലേക്ക് പോവുകയാണ്. And the Lord Jesus is going to the wilderness. അവിടെയും ഈ 3 വ്യക്തികളെ കാണാം. There also we come across 3 persons. അപ്പോൾ ദൈവത്വത്തിൽ 3 വ്യക്തികൾ. So in Godhead there are 3 persons. ഇനി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് സ്നാനപ്പെടുത്താൻ പറയുന്നത് മത്തായി 28-ന്റെ 20-ാം വാക്യത്തിലുണ്ടല്ലോ. Now in Matthew chapter 28 where God gave the ordinance of baptism. അവിടെ ആ സ്നാനപ്പെടുത്തുമ്പോൾ പറയേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല, നാമത്തിൽ. So there God commanded that which thou shalt baptize people in the name of God the Father, God the Son and God the Holy Spirit. അപ്പോൾ സ്നാനത്തിൽ ഉപയോഗിക്കേണ്ട നാമം അഥവാ അധികാരം എന്ന് പറയുന്നത് 3 വ്യക്തികളുടെ നാമമാണ്. So at the time of baptism the power, the authority to be used is the triune God's authority. ആ ദൈവത്തിന്റെ നാമങ്ങളല്ല, നാമം. They are not the names of God but the name of God. ഇനി നമ്മുടെ ആശീർവാദം നമുക്കറിയാലോ, പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും. So when we say pronounce the benediction, we say that in the name of God the Father, God the Son and God the Holy Spirit. 2 Corinthians 13-14 അത് വായിക്കുന്നു. We read that 2 Corinthians chapter 13 and verse 14. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം 3 വ്യക്തികളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 3 ദൈവങ്ങളല്ല, ഒരു നാമമുള്ള ദൈവം, ഒരേ ഒരു നാമം. So in all these portions we read that there are 3 persons but one God. ഇപ്പോൾ നമ്മുടെ പ്രശ്നം തീർന്നിട്ടില്ല, വർദ്ധിച്ചു വരിക. Still the confusion is only increasing. അപ്പോൾ ദൈവം ആത്മാവാണ്, God is spirit, ദൈവം വ്യക്തിയാണ്. and he is a person. ആ ദൈവത്തിന് വ്യക്തിത്വം ഉണ്ടെന്ന് പറയുമ്പോൾ പല വ്യക്തികളുണ്ടെന്ന് തോന്നിപ്പോകുന്നു. We might think that in that God there are many Godheads involved. അങ്ങനെ ഒരു ബഹുത്വം ഉണ്ടെങ്കിലും അനേകമല്ല, 3 വ്യക്തികളെ ഉള്ളെന്ന് തെളിയുന്നു. So even though there is a plurality, they are not many but 3 persons. ഇനി അങ്ങനെ 3 വ്യക്തികൾ ഉണ്ടെന്ന് പറഞ്ഞാലേ 3 പേരെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? If there are 3 persons, can we call all the 3 persons God? ഒരാൾ ദൈവം, മറ്റൊരാളുടെ കുട്ടി ദൈവം, വേറൊരാളുടെ കൊച്ചു ദൈവം ആയാൽ പോരെ? One person is a God and the other one is a little God and the other one is a small God. അങ്ങനെ ഒരു ഇൻഫീരിയർ ആയിട്ട് ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ? There is no such differentiation as somebody is one is greater and the other is lower. ഇല്ല, അങ്ങനെയല്ല. പറയുമ്പോൾ 3 വ്യക്തികളെ ദൈവം എന്നാണ് വിളിച്ചിരിക്കുന്നത്. No, when we talk about all the three persons in the Godhead, we say God. ഉദാഹരണമായിട്ട്, for example, യോഹന്നാൻ 17:3 യേശുക്രിസ്തു പിതാവിനെ വിളിക്കുന്നുണ്ട്, ഏകസത്യ ദൈവമായ നിന്നെയും. ഏകസത്യ ദൈവം, പുത്രൻ പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു. In John's Gospel chapter 17, Lord Jesus Christ is calling God as God, calling Father as God. ഇനി എബ്രായർ 1-8 വാക്യത്തിൽ സ്വർഗ്ഗത്തിൽ പിതാവ് പുത്രനോട് പറയാ, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. In Hebrews chapter 1 and verse 8, there God the Father is telling God the Son, oh God. അപ്പൊ പുത്രൻ പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നു. So God, the Son of God is calling Father God. പിതാവ് പുത്രനെ ദൈവമെന്ന് വിളിക്കുന്നു. And God the Father is calling Son as God. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 5-4-5 വാക്യങ്ങളിൽ in Hebrews chapter 5 and verse 4 and 5,
അവിടെ അനന്യാസ് പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ There Ananias is coming to Peter. പത്രോസ് അനന്യാസിനോട് പറയാം, അനന്യാസെ നീ പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിച്ചു. Peter is telling Ananias that, oh Ananias, you have said lie against the Spirit of God. തൊട്ടടുത്ത വാക്യത്തിൽ പറയാം, അനന്യാസെ നീ ഓർത്തോണം കേട്ടോ, ആരോടാ നീ പാപം ചെയ്തത്? And the next verse says that, remember to whom did you commit sin? ആദ്യം പറയാം പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിച്ചു. First it is said, don't say lie against the Holy തൊട്ടടുത്ത Spirit. വാക്യത്തിൽ പറയാം മനുഷ്യനോടല്ല ദൈവത്തോടാ പാപം ചെയ്തത്. And the next verse says that you have lied not to man but to God. അപ്പൊ മൂന്നാം വാക്യത്തിലെ പരിശുദ്ധാത്മാവ് നാലാം വാക്യത്തിൽ ദൈവമാണ്. So the Holy Spirit that we read in verse 3, in the next verse, that is God. പരിശുദ്ധാത്മാവ് ദൈവമാണ്. Holy Spirit is God. അപ്പൊ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവം എന്ന് വിളിച്ചിരിക്കുക. So all the three persons, that is God the Father, God the Son, and Holy Spirit, they are called God. അപ്പൊ എത്ര ദൈവങ്ങളുണ്ട്? So how many gods are there? പ്രശ്നം വർദ്ധിച്ചു വരിക. എത്ര ദൈവങ്ങളുണ്ട്? How many gods are there? പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. God the Father, God the Son, and God the Holy Spirit. ഇവിടെയാണ് നമ്മൾ തലപുകഞ്ഞങ്ങ് ആലോചിക്കേണ്ടി വരുന്നത്. There we get more tense. ഇവിടെ ഒരു ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ്. I'm going to give you the answer. ദൈവവചന പ്രകാരം God is one എന്നുള്ളത് ശരിയല്ല. According to the scriptures, what we read, God is one, that is not right. ഒരു ദൈവ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമല്ല. Monotheism is not the faith of the Christianity. മോണോതെയിസം ഹിന്ദു പഠിപ്പിക്കലാണ്. Monotheism is the teaching of the Hinduism. ശരിയായി പറഞ്ഞാൽ ക്ലാസിക് ഹിന്ദുയിസത്തിൽ കാലടി ശങ്കരാചാര്യരുടെ പഠിപ്പിക്കലാണ് മോണോതെയിസം. ഒരു ദൈവം. In classic Hinduism, their teachers teach about monotheism. ഹിന്ദുയിസത്തിൽ പല പഠിപ്പിക്കൽ ദൈവത്തെ കുറിച്ചുണ്ട്. In Hinduism, there are various teachings about God. അതിൽ പ്രസിദ്ധമായത് ഒരു ദൈവ വിശ്വാസമാണ്. But the most popular one is monotheism. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. That is why Narayan Guruswami said one religion, one God. ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു ദൈവ വിശ്വാസം അല്ല ഉള്ളത്. But in Christianity, it's not one God. We are not believing in one God. We are not believing in one God. പിന്നെയും പ്രശ്നമായല്ലോ. ഈ ഭാഗത്തെല്ലാം God is one, God is one, God is one എന്നാ പറയുന്നത്. In all these portions we read that God is one, God is one, God is one. അത് ഇംഗ്ലീഷ് ഭാഷയുടെ പരിമിതിയാണ്. That is because of the limitation of the English language. എന്നാൽ എബ്രായ ഭാഷ, സംസ്കൃത ഭാഷ, മലയാള ഭാഷ, ഈ ഭാഷയിലെല്ലാം വളരെ വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. But in Hebrews, in Sanskrit, and in Malayalam, it is much more clear. ഈ ഗാഡ് ഈസ് വൺ എന്നുള്ളത് ഇംഗ്ലീഷിൽ മലയാളത്തിൽ തർജ്ജമിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? You know how it is translated in Malayalam? ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകനെന്ന തർജ്ജമ ചെയ്യാൻ ഒക്കുകയായിരുന്നു എനിക്കറിയാം. ഗാഡ് ഈസ് വൺ എന്നല്ല, ഗാഡ് ഈസ് എ യൂണിറ്റി എന്ന് വേണമെങ്കിൽ ഇൻവെർട്ടർ കോമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. So we can say that there is a unity in that one God. ദൈവം ഒന്നല്ല, God is not one. മൂന്ന് വ്യക്തികളുണ്ട്. There are three persons. ഈ മൂന്ന് വ്യക്തികളോട് ചേർന്നാൽ മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവമല്ല ആകുന്നത്, മൂന്നും കൂടെ ചേർന്നാൽ ഏകമാണാകുന്നത്. See, when the three persons put together is not making three gods, but one God. ഇതിന്റെ എബ്രായ ഭാഷയിൽ, മൂലഭാഷയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഏകത എന്ന് പറഞ്ഞാൽ ഏകം, യാക്കീദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. In Hebrew also, in the original language, it says ഏകത ആണെങ്കിൽ ഏകം. Yakid, when it says about God, the word used is ekad, which means God is a unity. Whereas in Hebrew language, if the word yakid comes, it denotes a singular. So in the English language, even in the English language, we have uniplural noun and singular noun. But generally, we are not accustomed to these usages. എന്തോ? കോമ്പൗണ്ട് യൂണിറ്റ്, മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഏകവചന സംയോജിത നാമം എന്നാണ് പറയുന്നത്. മലയാള ഭാഷ അറിയാവുന്നവരൊന്നും പഠിച്ചിട്ട് കാണുകയില്ല. ഏകവചന സംയോജിത നാമവും ഏകവചനവും. So it is a compound unity. യൂണിപ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞാൽ പലത് ചേർന്ന് ഒന്നായി തീരുന്ന അവസ്ഥ. ഏകം. ഞാനൊരു ഏറ്റവും നല്ല ഉദാഹരണം പറയാം, അത് പറയുമ്പോൾ കുറെ മനസ്സിലാവും. So we have an illustration for this. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ഭാര്യയെ നൽകി. God created Adam and a wife was given to him. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, and after that God said, ഇത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. So the man shall leave his father and mother and join with his wife. അതിനുശേഷം എന്തായി തീരും? And then what would happen? അവർ മേലാൽ രണ്ടല്ല, they are no more two, പിന്നെന്താവും? but they are one.
there shall be one flesh എന്ന് പറഞ്ഞാൽ ഒരു ദേഹമാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? One flesh, there shall be one flesh. What does it mean? ഒരു ഭർത്താവ് ഇവിടെ ഇരിക്കുന്നു, ഭാര്യ ഇവിടെ ഇരിക്കുന്നു, രണ്ട് ദേഹങ്ങളാ. Husband is sitting here and wife sitting there. There are two bodies. എത്ര ദേഹമുണ്ട്? രണ്ട് ദേഹം. പിന്നെ എങ്ങനെ ഇതിലാണ് കൂടി ഒരു ദേഹമാകുന്നത്? Then how can we say that there shall be one flesh? ഒരു ദേഹമാക്കാൻ കല്യാണം നടത്തുന്നവരെ കൊണ്ടും പറ്റിയാൽ ദൈവത്തെ കൊണ്ടും പറ്റിയല്ല. ഇത് രണ്ടും രണ്ട് ദേഹങ്ങളാ. There are two flesh. പക്ഷെ ആ രണ്ട് ദേഹങ്ങൾ വിവാഹത്തോടുകൂടെ ഒരു ഏകത്വത്തിലേക്ക് വരിക. But by marriage, that those two persons, they are coming to us, joined together as one person. പിന്നെ ഞാനും അവളും ഞാനും അങ്ങേരും എന്ന് പറയുന്ന രണ്ട് ചിന്ത ഉണ്ടാകുമ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. So after marriage, there is nothing like you and me, but us. ഒന്നാണ്, ഏകമാണ്. They are one. ഏകദേഹമാണ്. One flesh. അത് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം, മനുഷ്യനെ കുറിച്ച് പറയാൻ ഒക്കത്തില്ല. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ വൺ ഇൻ പേർപ്പസ്, വൺ ഇൻ യൂണിറ്റി, വൺ ഇൻ എഗ്രിമെന്റ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ട് വ്യക്തികൾ രണ്ടായി സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ഒരേകത്വത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് ഏകമാകാമെങ്കിൽ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ ഏകദൈവമാകാൻ പാടില്ലേ? If two persons can be, when they after marriage, if they can be called, they shall be one flesh, then why not three persons cannot be called as one person? അതിനകത്തൊരു യുക്തിയില്ലേ? Is there not a logic behind it? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുറെ യുക്തികൾ ഇതിൽ ഉപയോഗിക്കാം. So that's why I mentioned we need to apply our അപ്പൊ logic ദൈവത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്. So in Godhead there are three persons. ആ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ ഒരു വ്യക്തിയാവുകയല്ല. Those two persons joined together and not coming into one person. ആ മൂന്ന് വ്യക്തികൾ അവരുടെ ഐഡന്റിറ്റിയോടുകൂടെ മൂന്ന് വ്യക്തികളായി തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ഒരു ഏകത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു. So these three persons, they keep their own identity and exist as three persons. At the same time, they keep the unity and they are one God. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല. The identity or personality of any one of the is not lost. ഏകദേശം പിടികിട്ടിയല്ലോ. Hope it is kind of clear. ദൈവം ഒന്നല്ല, ദൈവം ഏകമാണ്. God is not one, but God is a unity. There's a unity. ഒരു വൺനെസ് ഓഫ് ഗോഡ് എന്നൊക്കെ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാൻ എല്ലാം പരിമിതിയുണ്ട്. ദൈവം ഒന്നല്ല, ദൈവം ഏകനാണ്. ദൈവം ഏകൻ. ആവർത്തനം 6:4 പറയുന്നു ദൈവം ഏകൻ. മർക്കോസ് 12:29 പറയുന്ന കർത്താവ് ഏകൻ. യാക്കോബ് 2:19 പറയുന്നു ദൈവം ഏകൻ. എല്ലായിടത്തും ഈ ഏകൻ 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 എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. All these places, that word one, God is one, Lord is one, that is being used. അപ്പൊ ദൈവം ഒരു വ്യക്തിയല്ല, മൂന്ന് വ്യക്തികൾ, പക്ഷേ ഏക ദൈവമേ ഉള്ളൂ. But there are three persons in one God. ഇംഗ്ലീഷ് ഭാഷയുടെ പരിമിതി നമ്മൾ ഉൾക്കൊള്ളുക നിർവാഹമുള്ളൂ. So we have to put up with the limitations of the English language. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇനി ഈ ഏക ദൈവം മൂന്നാളത്വങ്ങളിലാണെന്നുള്ളതാണ് ട്രിനിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. So വൺ ഗാഡ് ഇൻ ത്രീ പേഴ്സൺസ് ഈസ് ട്രിനിറ്റി. ആൻഡ് ദോ there are three distinct personalities in Godhead, but God is one, that is triune God. ഇത് ബൈബിളിൽ ഈ വാക്ക് ട്രിനിറ്റി, ട്രയൂൺ എന്നുള്ള വാക്കുകളൊന്നുമില്ല. പിന്നീട് ആശയത്തിന് നൽകിയ പേരുകളാണ്. പക്ഷേ ഉപദേശം അവിടെയുണ്ട്. But so we find the doctrine there, though we don't come across the word Trinity in the scriptures. കന്യകാചരണം എന്നുള്ള വാക്ക് ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? Is there that word about the virgin birth in the Bible? കന്യകാചരണം എന്നുള്ള വാക്കില്ല. പക്ഷേ ഉപദേശം ഇല്ലേ? കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്നുണ്ട്, കന്യകാചരണം എന്നുള്ള വാക്കില്ല. We read that the virgin shall conceive and give birth to a son. കന്യകാചരണം ഇല്ല. But we don't read about the virgin. പക്ഷെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഈ കന്യകാചരണത്തിൽ വിശ്വസിക്കുന്നില്ലേ? But all the Christian groups believe in that. വിശ്വാസ സ്നാനം എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? Is there a word like faith baptism? ഇല്ല. No. പക്ഷെ വിശ്വാസികൾ സ്നാനപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. But those who believe they are asked to take the baptism. പ്രത്യേകമായ ഉപദേശങ്ങൾ ഉള്ളപ്പോൾ ആ ഉപദേശത്തെ ക്രോഡീകരിച്ച് ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല. So there is no fault in using word to identify certain doctrines. അപ്പോൾ ത്രിത്വം, ത്രിയേകത്വം എന്നുള്ള വാക്കുകളില്ലെങ്കിലും ആ ഉപദേശം ബൈബിളിലുണ്ട്. അതുകൊണ്ട് ദൈവം ത്രിയേകൻ എന്ന് വെളിപ്പെടുത്തുന്നു, നാം അങ്ങനെ വിശ്വസിക്കുന്നു. So the word Trinity is not found in the Bible,
Because there are three persons in one God, we can safely say there is a triune God. അപ്പൊ ദൈവം ഒന്നല്ല, ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. So God is not one, but in God there are three persons. ആ 3 വ്യക്തികളോട് ചേർന്നാൽ ഏക ദൈവമായി തീരുന്നു. That three persons together makes one God. ഒരു ദൈവദാസൻ ലിൻസൽ എന്നൊരു ദൈവദാസൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു. Linson made a remark like this. Those who try to understand and analyze everything about Trinity will lose their minds, but those who deny Trinity will lose their spirit. തൃത്വത്തെ കുറിച്ച് ഞാനെല്ലാം പഠിച്ച് മനസ്സിലാക്കിയേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ പഠിച്ച് കുറെ കഴിയുമ്പോൾ ഇവർ വട്ടായി തീരും. He will lose his mind. So if you insist that you want to learn everything about Trinity, then only you will believe it, then you will go out of mind. എന്നാൽ ഒരാൾ പറയാ തൃത്വം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ he will lose his spirit. അവന്റെ ആത്മാവ് നഷ്ടമാണ്. If somebody says that there is no spirit, he loses spirit. കാരണം ദൈവത്തിന്റെ ആഴങ്ങളെ അറിയാനും മനസ്സിലാക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല. Because we are unable to go into the depth of the details of the Godhead. അങ്ങനെയുള്ള ഈ 3 വ്യക്തികൾ കഴിവിലും അധികാരത്തിലും ശക്തിയിലും മഹത്വത്തിലും ഒരുപോലുള്ള 3 വ്യക്തികളാണ്. So these three persons are co-equal. അതിന് തെളിവുകൾ പറയാനായിട്ട് നേരം പോരാ. പിതാവ് സർവശക്തനാണ്, പുത്രൻ സർവശക്തനാണ്, പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. God the Father, God the Son, and God the Holy Spirit, they are Almighty God. സർവജ്ഞാനം, സർവവ്യാപി, നിത്യൻ, ഇതെല്ലാം 3 വ്യക്തികളെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. About the three persons of the Godhead, we read that they are omnipotent, omniscious, and omnipresent. ഈ 3 വ്യക്തികൾ സത്തയിൽ, എസൻസിൽ തുല്യമാണ്. In the essence, they are co-equal. എന്നാൽ പ്രവർത്തനത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. But in their work, so there is a positional equality, yet there is a functional difference. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. There is a functional difference, whereas while there is a positional equality, functional differenceൽ പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. So in that functionality, the Son and the Holy Spirit is subjected to നമുക്കറിയാം God the ഫിലിപ്പിയർ Father. 2-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് സ്വയമായിട്ട് താണു. In Philippians chapter 2, we read about the humbling. അവൻ തന്നെത്താൻ താഴ്ത്തിയെന്നാ വായിക്കുന്നത്. He emptied himself. He emptied himself. എന്ന് പറഞ്ഞാൽ പിതാവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പുത്രൻ സ്വയമായിട്ട് താഴ്ന്നു കൊടുത്തു. That means in order to glorify God the Father, God the Son, he humbled himself. എന്നാൽ ആ താഴ്ന്ന പുത്രൻ വീണ്ടും മഹത്വധാരിയായി പിതാവിന്റെ അടുക്കിലേക്ക് പോയി. But that God who emptied himself, he was glorified and he went to God the Father. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താണ്? Now today, what is the ministry of the Holy Spirit? പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുന്നില്ല. Holy Spirit doesn't speak by himself. തന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. He doesn't speak anything about himself. നമ്മുടെ കർത്താവ് യോഹന്നാൻ 16:14 പറഞ്ഞു, അവൻ സ്വയമായി സംസാരിക്കാതെ എന്നെ മഹത്വപ്പെടുത്തും. Lord Jesus Christ said in John chapter 14 that Holy Spirit will not speak about himself, not about himself, but about me. അപ്പൊ പുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ താൻ തന്നെ മഹത്വം എടുക്കാതെ പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് തന്നെ മഹത്വപ്പെടുത്താതെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. So Lord Jesus Christ, when he was upon this earth, he did not take glory for himself, but he glorified the Father. The same way Holy Spirit is glorifying Jesus Christ today. അതാണ് വോളണ്ടറി സബോർഡിനേഷൻ എന്ന് പറയുന്നത്. That is what is called voluntary subordination. അങ്ങനെ അത് നോക്കുമ്പോൾ, അങ്ങനെ മനഃപൂർവ്വമായി താണസ്ഥിതി സ്വീകരിക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവ് ചെറുതായി പോയതായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ 3 വ്യക്തികളും ഒരുപോലുള്ളവരാണ്, തുല്യരാണ്. So all the three persons, they are co-equal. ഇനി തൃത്വത്തിന്റെ ചില ഉദാഹരണങ്ങളൂടെ പറഞ്ഞ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. So I want to mention some examples about the triune God. Yeah, there are many verses, not one. There are many. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരിടത്ത് പറഞ്ഞു, പിതാവല്ലാതെ പുത്രനും ദൂതന്മാരും കൂടി അറിയുന്നില്ല. So when Lord Jesus Christ talked about his second coming, he said that except the Father, nor the Son, nor the Holy Spirit knew about it. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നി യേശുക്രിസ്തുവിന് പിതാവിനോടൊന്നും അറിവില്ലെന്ന് തോന്നിപ്പോകും. So when we read that, we may misunderstand that Jesus Christ doesn't know as much as the Father. എന്നാൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇണയില്ലാത്തൊന്നും കാണുകയില്ല. അവിടെ ഇവിടെ മാറി ഒറ്റ വാക്യം വായിച്ചാൽ നമുക്ക് സംശയം ഉണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് പുത്രനുള്ളതല്ല. പുത്രൻ അറിയാൻ പാടില്ലെന്നല്ല അതിന്റെ അർത്ഥം. വെളിപ്പെടുത്തുക. ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന പല വാക്യങ്ങളുണ്ടാകാം. പക്ഷേ വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു നിലയിലും പുത്രൻ പിതാവിനേക്കാൾ ചെറിയവനല്ല എന്ന് നമുക്ക് കാണാം. So it will be proved to us that
Lord Jesus Christ. The Son is not lower than God. ഒരു വാക്യം വായിച്ചാൽ നമുക്ക് സംശയം ഉണ്ടായിപ്പോവും. ഒത്തുവാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാകുകയില്ല, ഒരു കോൺട്രാഡിക്ഷനും ഇല്ല, എല്ലാം കോംപ്ലിമെന്ററി ആണെന്ന് നമുക്ക് വ്യക്തമാകും. ഞാനതാണ് പറയുന്നത്, വോളണ്ടറി സബോർഡിനേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ ഈ സംശയങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പരിശുദ്ധാത്മാവിന് എന്തുകൊണ്ടാണ് പുത്രനെ മഹത്വപ്പെടുന്നത്? വോളണ്ടറി സബോർഡിനേഷൻ. ആ വോളണ്ടറി സബോർഡിനേഷൻ നോക്കുമ്പോൾ ഇൻഫീരിയർ ആണെന്ന് തോന്നിപ്പോവും, ഇൻഫീരിയർ അല്ല. ആ സ്വയമായിട്ട് താഴ്ചയെടുക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നിപ്പോകാം, പക്ഷെ മറുവശത്തെ വാക്യങ്ങൾ ശക്തമായ വാക്യങ്ങളാണ്. പിതാവിന്റെ എല്ലാ ഗുണങ്ങളും പുത്രനും പരിശുദ്ധാത്മാവിനുണ്ട്. So let us consider a couple of examples. നമ്മൾ ടൈം എന്ന് പറയുന്നു. We talk about time. സമയം. About time. എന്താ സമയം? What does it mean? What is time? ഈ ടൈമിനകത്ത് ഒരു പാസ്റ്റ് ഉണ്ട്, In time there is a past tense, ഒരു പ്രസന്റ് ഉണ്ട്, there is a present, ഒരു ഫ്യൂച്ചർ ഉണ്ട്. and there is a future tense. ഇനി എലിമെന്റ്സ് Elements. എങ്ങനെയാ സ്ഥിതി ചെയ്യുന്നത്? How elements do exist? സോളിഡ് ആയിട്ടുണ്ട്, They are solid, ഗ്യാസ് ആയിട്ടുണ്ട്, in gas form, ലിക്വിഡ് ആയിട്ടുണ്ട്. and also in liquid form. ഇനി ഒരു കുടുംബം. Then talk about family. കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? Who consists of family? സാധാരണ നിലയിൽ അപ്പൻ, അമ്മ, മക്കൾ. Usually, in the ordinary sense, father, mother, and the children. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ തൃത്വത്തോട് ബന്ധപ്പെട്ട് മൂന്നും കൂടെ ചേർന്നാൽ ഏകമായി തീരുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് ചിന്തിക്കാൻ കഴിയും. So we can cite these examples. ഇനി മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. God created man. എല്ലാ ഉദാഹരണങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. So all the examples have its own limitations. ഈ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. So when God created man in his own image, he gave a spirit in him. ഒരു ദേഹിയുണ്ട്, There's a body, a soul. there's a soul, അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദേഹമുണ്ട്. and there is a body. ഞാൻ എന്നിൽ തന്നെ മൂന്ന് ഘടകങ്ങളുണ്ട്. So in myself there are three elements. അതും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ചെറിയ ഉദാഹരണമാണ്. That also reveals something about Godhead. എന്നാൽ കുറെ കൂടെ മെച്ചമായ ഒരു ഉദാഹരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉള്ളത്. There are a better example. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. Draw an equilateral triangle. അതിന് മൂന്ന് വശങ്ങളുണ്ട്. It has three sides. ഒരു വശമായാൽ ട്രയാങ്കിൾ ആകുകയില്ല. If it is only one side, it cannot be called a മൂന്ന് triangle. വശങ്ങളാകുമ്പോൾ ട്രയാങ്കിൾ ആകും. When there are three sides, it is called a ആ മൂന്ന് വശങ്ങളുടെ triangle. നീളം അതിന് വശങ്ങളുടെ നീളവും ആംഗിളും ഒരുപോലെ ആയെങ്കിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകും. So it will become an equilateral triangle only when all the sides have equal length and equal angle. ആ ഒന്നിൽ തന്നെ മൂന്ന്, 1 in 3. ആ മൂന്ന് ചേർന്നാൽ ഒന്ന്. That 3 put together 1. അത് ഒരു ചെറിയ ഉദാഹരണമാണ്. That is another example. ഒരു ഉദാഹരണം കൊണ്ട് പറയാം. Another example. ഒരു കോഴിമുട്ട മേശപ്പുറത്ത് വയ്ക്കുക. Let's take an egg. ആ മുട്ടയുടെ പുറമേ ഉള്ള തോട് കാണുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? When we see the outer shell, what do we call it? മുട്ടയെന്ന് വിളിക്കും. We call it egg. ഇനി ആ തോട് പൊളിച്ചു കഴിച്ചിട്ട് അതിനകത്തൊരു വെള്ള സാധനം ഉണ്ടല്ലോ. When we crack that egg, there is a white. അതിനെന്ത് വിളിക്കും? What do we call it? അത് പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ പറയും ഉപദേശി മുട്ട തിന്നാട്ടെ. തോടില്ല, പക്ഷെ ആ വെള്ള അതിന് മുട്ടയെന്ന് വിളിക്കും. So the shell is removed. We call it egg. ഇനി ആ വെള്ള അങ്ങോട്ട് മാറ്റിയിട്ട് മഞ്ഞ ഭാഗം വരും. So remove the yolk and remove the white part and just the yolk. ആ മഞ്ഞ നമ്മൾ വിളിക്കുന്ന മുട്ട എന്നാ. We call that part to egg. അപ്പൊ മുട്ട ഏതാ? So what is egg? ഓരോന്നും മുട്ടയാണ്. Individually they are all egg. മൂന്നും കൂടെ ചേരുമ്പോഴും മുട്ടയാ. When they put together, they are all. ഇതൊരു ചെറിയ ഉദാഹരണത്തിന് പരിമിതിയുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഏക ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളാണ്. In one God there is Father, Son and the Holy Spirit. അതുകൊണ്ട് ദൈവത്തെ ഗോഡ് ഈസ് എ യൂണിറ്റി എന്ന് നമ്മുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ നിർവാഹമുള്ളൂ. മലയാളത്തിൽ ദൈവം ഏകനാണ്. So God is a unity. ആ ദൈവം, ഇത്ര അത്ഭുതവാനായ ദൈവം പരിമിതമായ ഭാഷയിലൂടെ നമുക്ക് വെളിപ്പാടുകൾ നൽകിയിരിക്കുന്നു. So such a wonderful, awesome God has been revealed to us with our limited ഇനി ഞാൻ ചോദിക്കട്ടെ, vocabulary. ഇതെല്ലാം ഉപദേശമാണ്. They are all doctrines. ഈ ഉപദേശങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പ്രായോഗിക തലത്തിൽ ഉപദേശം കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഉപദേശ പഠനം കൊണ്ട് യാതൊരു പ്രയോജനവും. See, there is no use in learning the doctrines unless we are able to practice it. ഈ ദൈവത്തിന്റെ തൃത്വം കൊണ്ട് 4 വിധമായ പ്രായോഗികമായ ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. With the doctrine of Trinity, there are 4 practical aspects. ഒന്ന്, ഏക ദൈവം ഐക്യതയിൽ മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും ഐക്യത നഷ്ടപ്പെടുത്താതെ ഏക ദൈവമായി ഇരിക്കുന്നത് പോലെ നാമുമായിരിക്കണം. That means just as the triune God keep their unity, we also ought to keep our unity. ഇതില്ലാതെ വന്നാൽ
If there is no unity among the believers, ദൈവ മക്കൾക്കിടയിൽ ഐക്യത ഇല്ലാതെ വന്നാൽ, if there is no unity, oneness in the among the people of God, തൃത്വം പഠിക്കുന്നതിന് പ്രയോജനമില്ല. there is no point in learning this. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഏകമായിരിക്കുന്നത് പോലെ ദൈവസഭ ഏകമായിരിക്കണം. Just as God the Father and God the Son and God the Holy Spirit is one, the Church of God ought to be one. അവിടെ പ്രവർത്തനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. With regard to the ministry, there could be ചിലരെ differences. മൂപ്പന്മാരാക്കി വിളിക്കുന്നു, Some will be elders, ചിലരെ ശുശ്രൂഷകരായിട്ട് some വിളിക്കുന്നു, will be deacons, ചിലരെ സുവിശേഷകരായി some വിളിക്കുന്നു, will be evangelists, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി some വിളിക്കുന്നു, will be teachers, ചിലരെ ശുശ്രൂഷക്കാരത്തികളായി വിളിക്കുന്നു. some will be deaconess. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൃപാവരങ്ങൾ നൽകുന്നു. So different people are given different gifts. അങ്ങനെ വ്യത്യസ്തതകളുടെ നടുവിൽ ഒരു ഏകത്വം ഉണ്ടാകണം. In the midst of these differences, there ought to be a unity. സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, There could be difference of opinion അത് in the church. കുടുംബത്തിലും ഉണ്ടാകും. In family also it could be there. പക്ഷെ ആത്യന്തികമായി എഗ്രി ടു ഡിസഗ്രി എന്നുള്ളതായ പ്രമാണത്തിലേക്ക് ദൈവസഭ വരണം. So the Church of God has to come to the point that they ought to agree to disagree. എനിക്ക് എന്റേതായ താല്പര്യം സാധിപ്പിച്ചെടുക്കണമെന്ന് ഒരാൾ ശഠിക്കാൻ പാടില്ല. One person should not insist that whatever I say should take place in the church. ഐക്യതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ വ്യക്തികൾ തയ്യാറാകണം. We should be willing to do anything to compromise for the sake of unity. ഇതില്ലാതെ നമ്മൾ തൃത്വം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? Otherwise, there is no point in learning about the Trinity. പ്രയോജനമില്ല. There is no meaning in it. രണ്ട്, Secondly, പരസ്പരമുള്ള ആദരവ്, respect to each other. പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നു. God the Father is calling Son, oh God. മനുഷ്യനായി വന്നപ്പോൾ വിളിക്കുന്നു. മനുഷ്യനായി വന്നപ്പോൾ When he came as Son, he called oh God. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവമേ. When he talk about the Holy Spirit, അപ്പൊ God. മൂന്ന് വ്യക്തികളുണ്ട്, തുല്യരാണ്. പക്ഷെ വോളണ്ടറി സബോർഡിനേഷൻ ഉണ്ടായപ്പോഴും ദൈവമേ ദൈവമേ ദൈവമേ. So there are three persons in one God, but because of voluntary subordination, each one call each other God, God, God. ഇത് പരസ്പര ആദരവിനെ കാണിക്കുന്നു. That shows the respect. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. The saints of this earth in whom I please. പുതിയത് പഠിപ്പിക്കുന്നത് ഒരുവൻ മറ്റുള്ളവനെ തന്നെക്കാൾ ചെറിയവനായി കണ്ടുകൊള്ളണ്ടായി. അങ്ങനെയാണോ? തന്നെക്കാൾ ശ്രേഷ്ഠനായി കാണട്ടെ. The New Testament teaches that one believer ought to consider the other one as greater than himself. മറ്റുള്ളവരെ വലിയവരായി കാണാൻ, ശ്രേഷ്ഠരായി കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്വം നമ്മൾ മനസ്സിലാക്കിയില്ലെന്നാണ്. But if we are unable to respect others, that means we haven't learned about the Godhead. തൃത്വം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം സബ്മിഷനാണ്. The third lesson that we learned from Trinity is submission. പുത്രൻ പിതാവിനോടൊപ്പം എല്ലാ നിലയിലും തുല്യനാണെങ്കിലും, although God the Father, Son of God is equal to God the Father in every respect. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ പുത്രൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി കീഴ്പ്പെട്ടിരുന്നു. In Hebrews chapter 5, we read that the Son submitted himself to the will of God. To the will of God. അപ്പോൾ കീഴടങ്ങുന്നത് തൃത്വത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. So submission is possible only because of the influence of the Trinity. അപ്പോൾ ദൈവസഭയിലും കുടുംബത്തിലും കീഴടങ്ങാനുള്ള വൈമുഖ്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൃത്വത്തിന്റെ സ്വാധീനം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. So in the Church of God and also in the family, if you are hesitant to submit yourself, that means you haven't learned the lesson from the doctrine of Trinity. നമുക്ക് തൃത്വത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് തലയ്ക്കകത്ത് വെച്ച് വേണമെങ്കിൽ പ്രബന്ധം എഴുതാനായിട്ട് കഴിഞ്ഞിരിക്കും. We will be able to make thesis after learning about the Trinity. പക്ഷേ യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. But it will be of no use. തൃത്വം വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടാകില്ല. There is no point in saying that I believe in Trinity. തൃത്വത്തിലെ അംഗങ്ങൾ കീഴടങ്ങുന്നത് പോലെ അന്യോന്യം കീഴടങ്ങണം. Just as the triune God submit each other, we also ought to submit to each other. നാലാമത്, Fourthly, ഈ തൃത്വം പഠിക്കുന്ന അന്യോന്യം വെളിപ്പെടുത്താൻ കഴിയണം. we should be able to reveal it. ദൈവം ഏകനാണ്. God is one. ഭാര്യയും ഭർത്താവും ഏകദേഹമാണ്. Husband and wife, they are one flesh. ഈ ലോകത്തിൽ ഒരു സന്ദേശം നൽകാൻ ദൈവ കുടുംബങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. So God has placed the families of God to give a message to this world. എന്താണ് ലോകത്തിനുള്ള സന്ദേശം? What is the message for this world? ദൈവത്തിൽ തൃത്വമുണ്ട്, പിരിയാത്ത 3 വ്യക്തികളുണ്ട്, തമ്മിൽ വഴക്കടിച്ച് പിരിയാത്ത 3 വ്യക്തികളുണ്ട്. അതുപോലെയാണ് ഞാനും എന്റെ ജീവിത പങ്കാളിയും. So just as in Godhead there are 3 persons that doesn't fight each other, the same way is my family also. ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് പിടിച്ച് പിരിഞ്ഞിട്ട് ദൈവം ത്രിയേകനാണെന്ന് മൈക്ക് വെച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. If there's a conflict in the family, there's no point in the husband or wife saying that God is one. അതുപോലെ തന്നെ ദൈവസഭയെ ലോകത്തിലാക്കി വെച്ചിരിക്കുക. The same way Church of God is placed in this earth.
എന്തിനു വേണ്ടിയാണ്? For what? കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം. Lord Jesus Christ prayed that, oh Father, just as we are one, let them also be one. ക്രിസ്തു വിശ്വാസികളായ എല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. All the believers of Christ, all the born again people, they are the members of the house of God. എന്നാൽ വിശ്വാസത്തിൽ അന്തരമുള്ള ആളുകളുമായി കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കാതെ വളരെ എളുപ്പമുള്ള കാര്യമല്ല. But it is difficult to have fellowship with people who have difference of doctrines. രക്ഷിക്കപ്പെട്ട എല്ലാവരുമായി നമുക്ക് ആത്മീക ബന്ധമുണ്ട്. With all the born again believers, we have spiritual relationship. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരുമായി നമുക്ക് കൂട്ടായ്മ ബന്ധം ഉണ്ടാകണമെന്നില്ല. But not necessarily that there should be fellowship with everyone. ഉപദേശ ഐക്യമുള്ള എല്ലാവരുമായി നമുക്ക് കൂട്ടായ്മ ഉണ്ടായാൽ മതിയാകുള്ളൂ. But all those who agree with the doctrine, with them we need to have the fellowship. അത് തൃത്വത്തിന്റെ ഒരു പ്രായോഗിക വെളിപ്പാടിന്റെ വശമാണ്. So that is a practical aspect of learning the Trinity. അപ്പോൾ തൃത്വത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. So we considered what is revealed about the Trinity in the scriptures. അതിന്റെ വെളിച്ചത്തിലുള്ള പ്രായോഗിക മേഖലകളെ നാം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. So it is our responsibility to put into practice. ഐക്യതയിൽ തികഞ്ഞു വരാൻ, We should abound in unity. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് വരുവാൻ, We should abound in respecting others. കീഴടങ്ങുന്നതിൽ തൃപ്തരാകുവാൻ, And be satisfied in submitting to one another. വെളിപ്പെടുത്തുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിത്തീരും. And we should be zealous to reveal him to this world. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us for that. ഏതാണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you were able to understand at least something from this. ദൈവം ആത്മാവാണ്, God is spirit. ദൈവം വ്യക്തിയാണ്. God is a person. ആ വ്യക്തിത്വത്തിൽ 3 വ്യക്തികളുണ്ട്. And in one person there are 3 persons. ആ 3 വ്യക്തികളുണ്ടെങ്കിൽ ദൈവത്തിന് ഏകനാമം മാത്രമേ ഉള്ളൂ. But that 3 persons have one name. ആ ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി 3 ആളത്വങ്ങളിലൂടെ വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കാം. That God revealed himself in 3 persons to us. ആ വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ നാം ഈ പ്രായോഗിക തലങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. In the light of the revelations about the triune God, may God enable us to apply it in our practical life. മലയാളത്തിൽ ചെറിയ പാട്ടിന്റെ അടി ഇങ്ങനെയുണ്ട്. There's a small hymn like this in Malayalam. തന്ത്രനാമരഹസ്യം താതപുത്രനാത്മാവാം നീനക്കെന്റെ വന്ദനോ നീനക്കെല്ലും മഹത്വം. ഇതാണ് ദൈവത്തിന്റെ നാമം. This is the name of God. താത, പുത്രൻ, ആത്മാവ്. God the Father, God the Son, and God the Holy Spirit. ഏകനാമം. One name. അതൊരു രഹസ്യമാണ്. It is a secret. ആ രഹസ്യത്തിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിവില്ല. We are not able to go to fathom it. എന്നാൽ ആ രഹസ്യത്തിന്റെ പുറമേ നിന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യം ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. So superficially, so much we are able to understand. ഞാൻ വിചാരിക്കുന്നത് കേട്ടത് തന്നെ ധാരാളം മതി. പ്രായോഗിക തലത്തിൽ എത്തിച്ചാൽ നാം പ്രയോജനമുള്ളവരായിത്തീരും. If we can apply this in our practical Christian life, it will be beneficial. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us. ഈ കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ടാകാം ഞാൻ വിചാരിക്കുന്നു. I am sure there could be the question. ആ സംശയം ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. That means we are thinking about it. എന്നാൽ വിശ്വാസത്താൽ എബ്രായർ 11:6 വായിച്ചാൽ ഗാഡ് ഈസ്, ദൈവം ആകുന്നു. അത് വിശ്വാസത്താൽ അംഗീകരിച്ച് ദൈവം ഇത്രയേറെ വെളിപ്പാടുകളൊക്കെ തന്നല്ലോ, സ്വത്രം, ഇത് മതി. ഇതിന്റെ വെളിച്ചത്തിൽ അങ്ങേ അറിയാനും അങ്ങയുടെ ഹിതപ്രകാരം പ്രായോഗിക ജീവിതത്തെ ക്രമപ്പെടുത്താനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. So let us pray that let us believe it by faith and let us be able to apply it in our practical life. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord help us.